ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വേറെ ഒന്നുകൊണ്ടല്ല, ഒരു പ്രൊഡക്റ്റ് ഗ്ലോബലി ഇറങ്ങി വിത്തിൻ 2 days അത് നമ്മുടെ കയ്യിലെത്തുകയും നമുക്കത് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പറ്റുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. ചെറുപ്പം തൊട്ട് ഉള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു പൈലറ്റ് ആവണമെന്ന്. എന്നാൽ എൻ്റെ പഠനത്തിൻ്റെ മികവ് മൂലം എനിക്ക് പൈലറ്റ് ആവാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പം ഞാനൊരു പൈലറ്റ് എങ്ങനെയെന്നല്ലേ വീഡിയോ തുടർന്ന് കാണുക. സോ യു ആർ വാച്ചിങ് RC മല്ലു. ആസ് യൂഷ്വൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ DJI കഴിഞ്ഞ ദിവസം അവരുടെ ഏറ്റവും പുതിയ ഡ്രോൺ DJI Neo പുറത്തിറക്കേണ്ടായി. സെപ്റ്റംബർ 5 ആയിരുന്നു അതിൻ്റെ ഗ്ലോബൽ ലോഞ്ച്. അപ്പോൾ ഇവിടെ കുവൈറ്റിൽ സെപ്റ്റംബർ 7 അത് അവൈലബിളായി. പ്രീ ബുക്കിംഗ് ആയിരുന്നു ആദ്യം ഉണ്ടായത്. പല രാജ്യങ്ങളിലും അത് വരുന്നുള്ളൂ, ഇന്ത്യയിലേക്ക് അത് വരുന്നുള്ളൂ. GCC കൺട്രികളിലും അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെയും അതിപ്പോൾ അവൈലബിൾ ആണ്. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നതാണ് DJIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള DJI Neo. ഇതാണ് സാധനം. ഇതാണ് DJIയുടെ അവർ പുറത്തിറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതേപോലെ ഏറ്റവും ഭാരം കുറഞ്ഞ, ശരിക്കും DJIയുടെ ഏറ്റവും ഭാരം കുറഞ്ഞതല്ല, ഇതിൻ്റെ വേറെ DJI Tello, അതിന് ടെല്ലോ എന്ന് പറഞ്ഞ ഒരു മോഡൽ ഉണ്ട്, അതാണെന്ന് തോന്നുന്നു ഏറ്റവും ഭാരം കുറഞ്ഞത്. എന്നാൽ അവരിറക്കിയിട്ടുള്ളതിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള, അതായത് ഫുള്ളി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേണമെങ്കിൽ പറയാം, AI സപ്പോർട്ടഡ് ആയിട്ടുള്ള പുതിയ ഡ്രോണാണിത്. ഇത് ഒരു ഫ്ലൈമോർ കോംബോ ഓപ്ഷനാണ്. അതായത് ഫ്ലൈമോർ കോംബോ എന്ന് പറയുമ്പോൾ ഇതിൽ റേഡിയോ കൺട്രോളർ ഉണ്ടാവും, അതുപോലെ തന്നെ 3 ബാറ്ററീസ്, ഒരു ബാറ്ററി ഇൻക്ലൂഡഡ് ആണ്, അതുപോലെ എക്സ്ട്രാ 2 ബാറ്ററിയും അതിൻ്റെ ചാർജറും എല്ലാം കൂടി അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലൈമോർ കോംബോയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള 2 ബാറ്ററിയും അതിൻ്റെ ചാർജറുമാണ്. പിന്നെ ഉള്ളത് കേബിൾസാണ്. ഒരു C2C കേബിളുണ്ട്. ഇതും ഒരു C2C കേബിൾ തന്നെയാണ്. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ. ഇതതിൻ്റെ കൺട്രോളാണ്, റേഡിയോ കൺട്രോളറാണ്. ഇത് RC N3 എന്ന മോഡൽ റേഡിയോ കൺട്രോളറാണ്. അത് സാധാരണ DJIയുടെ കൺട്രോൾ, സെയിം കൺട്രോളർ പോലെ തന്നെയാണ്. അതിൻ്റെ ജോയ്സ്റ്റിക്ക് 2 അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൺട്രോളർ ആയി. പിന്നെ അതിലുള്ളത് ഇത് ഡ്രോണാണ്. ഡ്രോൺ നമുക്ക് എടുക്കാം. വേറെ ഇതിലുള്ളത് ഒരു പ്രൊപ്പലർ ഉണ്ട്, അതിൻ്റെ ഒപ്പം 2 സ്ക്രൂ ഉണ്ട്. ഇത് അടുത്തൊരു പ്രൊപ്പലർ, 2 സ്ക്രൂ, പിന്നെ ഒരു യൂസർ മാനുവൽ, പിന്നെ അതിൻ്റെ ഒരു QR കോഡ് ഉണ്ട്, മറ്റേ ആപ്ലിക്കേഷൻ്റെ DJI ഫ്ലൈയുടെ ആപ്ലിക്കേഷൻ്റെ ആണ് ഇതിപ്പോൾ. പിന്നെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഈ ഇത്തിരി കുഞ്ഞൻ ഡ്രോൺ. ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഇതിൻ്റെ സ്പെസിഫിക്കേഷനിൽ ഇവൻ കുഞ്ഞനൊന്നല്ല, അടിപൊളി സാധനമാണ്. യെസ്, ഇതാണ് DJI സെപ്റ്റംബർ 5, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയ DJI Neo എന്ന മോഡൽ ഡ്രോൺ. ഇത് വെറും 135 ഗ്രാം ഭാരം മാത്രമുള്ളൂ. 135 ഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു വെയിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിന് വേറെ ലൈസൻസിൻ്റെ കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ നിൽക്കുന്ന കൺട്രികളിലെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൽ ഇതിന് നമ്മൾ ആപ്ലിക്കേഷൻ നൽകേണ്ടതുണ്ട്. ഞാനിവിടെ കുവൈറ്റിലാണ് നിൽക്കുന്നത്. കുവൈറ്റിൽ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൽ നമ്മുടെ സിവിൽ ഐ ഡി വെച്ചത് ഇതിൻ്റെ ഓണർഷിപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ പിന്നൊരു കാര്യം, ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഡ്രോൺ ഇതുപോലെ എടുക്കുന്നത്. ഞാൻ ഇതുവരെ ഡ്രോൺ യൂസ് ചെയ്തിട്ടില്ല, ഡ്രോൺ അതേപോലെ ഫ്ലൈയും ചെയ്തിട്ടില്ല. അപ്പോൾ ബിഗിനറെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഡ്രോണാണിത്. വേറെ ഒന്നുകൊണ്ടല്ല, ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ക്വിക്ക് മോഡുകളുണ്ട്, 6 മോഡൽ, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ബോക്സിനകത്ത് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കീ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
വെറും 135 ഗ്രാമുള്ള ഒരു ഡ്രോണാണ്. DJI ഇതിന് കൊടുത്ത ക്യാപ്ഷൻ തന്നെ റൈസ് ആൻഡ് ഷൈൻ എന്നാണ്. ഇതാണ് DJI ഇതുവരെ പുറത്തിറക്കിയിട്ടുള്ളതിൽ ലൈറ്റും അതുപോലെ തന്നെ മോസ്റ്റ് കോമ്പാക്റ്റ് ആയിട്ടുള്ള, വേറെ ഒന്നുകൊണ്ടല്ല മോസ്റ്റ് കോമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഒരു ബിഗിനറെ സംബന്ധിച്ചോളം നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ടേക്ക് ഓഫ് ചെയ്ത് കയ്യിൽ തന്നെ ലാൻഡ് ചെയ്തോളും. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു കൺട്രോളറിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ ഇല്ലാണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന 6 ക്വിക്ക് മോഡുകളിലൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഡ്രോൺ വെറുതെ അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ വീഡിയോ എടുക്കാനോ, നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് സാധിക്കില്ല. കുറേ ദിവസത്തെ എക്സ്പീരിയൻസ് വേണം ഡ്രോൺ ഒന്ന് ഫ്ലൈ ചെയ്ത് വീഡിയോ നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ. ജസ്റ്റ് ഇത് പൊക്കവും താത്തവും മാത്രം ചെയ്താൽ മതിയെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ഒത്തിരി ദിവസം നമുക്കത് നമ്മുടെ കയ്യിലൊന്ന് ഇതൊന്ന് സെറ്റാവാനുണ്ട്. പക്ഷേ ഒരു ബിഗിനറെ സംബന്ധിച്ച് ഇതൊക്കെ വെറി സിമ്പിളാണ്. വേറെ ഒന്നുകൊണ്ടല്ല, ഇതിന് ഒരു റേഡിയോ കൺട്രോളറിൻ്റെ ആവശ്യമില്ല, ഒരു മൊബൈലിൻ്റെ ആവശ്യമില്ല. നമുക്കിതൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ അതില്ലാണ്ടും നമ്മളിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യണ സമയത്ത് സാധാരണ ഒരു ഡ്രോൺ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ വേറൊരാളുടെ സഹായം വേണം. എന്നാൽ ഒരു വ്ളോഗ് ചെയ്യണ ആളെ സംബന്ധിച്ചിടത്തോളം വേറൊരാളുടെ ആവശ്യമില്ല. ഇതിൻ്റെ ആ മോഡ് ഓൺ ആക്കിയിട്ടിട്ട് കയ്യിൽ നിന്ന് തന്നെ ഇത് ടേക്ക് ഓഫ് ചെയ്തോളും. അവസാനം കൈ കാണിക്കുമ്പോൾ കയ്യിലോട്ട് തന്നെ അത് ലാൻഡ് ചെയ്തോളും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചർ. പിന്നെ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊട്ടും കുറവല്ല. ഇത്തിരി കുഞ്ഞനാണെങ്കിലും നല്ല റെസൊല്യൂഷനുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇതിന് 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡുകളുണ്ട്, ക്വിക്ക് മോഡുകളുണ്ട്. ഒന്ന് ഡ്രോണി, അതേപോലെ സ്പോട്ട്ലൈറ്റ്, ഹെലിക്സ്, റോക്കറ്റ്, പിന്നെ ബൂമറാങ്, പിന്നെ സർക്കിൾ, അങ്ങനെ 6 മോഡുകൾ, വ്യത്യസ്തമായ മോഡുകളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പോൾ ഇതിന് ഫോളോ മോഡ് ഇട്ടിട്ട് നമ്മളൊരു സൈക്ലിങ്ങോ അല്ലെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ എങ്ങനെ നമ്മളെ ട്രാക്ക് ചെയ്യുന്നത്, അതിലാണ് ഇതിൻ്റെ AI സിസ്റ്റം, അതായത് ഇതിൽ എക്വിപ്ഡ് അൽഗോരിതംസ് അനുസരിച്ച് നമ്മളെ അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിർത്തുന്നത് നമ്മുടെ ഈ AI ടെക്നോളജിയാണ്. പിന്നെ ഇനി നമ്മൾക്ക് ഇതെങ്ങനെ കണക്ടിവിറ്റി ചെയ്യും? ഇത് നമുക്ക് 3 തരത്തിൽ നമുക്കിത് 3 തരത്തിലല്ല 3-4 തരത്തിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഇതിൻ്റെ റേഡിയോ കൺട്രോൾ വഴി, അതുമല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആപ്പ് ഉണ്ട്, ഫ്ലൈ ആപ്പ്, മൊബൈൽ ഫ്ലൈ ആപ്പ് വഴി, അതുമല്ലെങ്കിൽ DJIയുടെ തന്നെ ഗൂഗിൾസ് വഴിച്ചോ, അല്ലെങ്കിൽ മോഷൻ കൺട്രോളായിട്ടുള്ള RC റിമോട്ട് റേഡിയോ കൺട്രോളർ വെച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാം. നോർമലി നമ്മൾ ഈ ഡ്രോൺ വാങ്ങുമ്പോൾ നമുക്ക് കൺട്രോളുകൾ അവൈലബിൾ അല്ല. ഒരു ബാറ്ററിയും ഈ ഡ്രോണും മാത്രമേ ഉള്ളൂ. അതുപോലെ 2 പ്രൊപ്പലേഴ്സും ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ അവൈലബിൾ. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് ഫ്ലൈമോർ കോംബോ ആയതുകൊണ്ട് മാത്രമാണ് ഇതിൽ റേഡിയോ കൺട്രോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. കുറച്ച് പൈസയും കുറച്ച് കൂടുതൽ നമ്മൾ അഡീഷണലി കൊടുക്കണം. നമ്മൾ സെപ്പറേറ്റ്ലി ഇതിൻ്റെ ബാറ്ററി വാങ്ങിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ കൺട്രോൾ വാങ്ങുമ്പോൾ ആകുന്ന അത്രയും പൈസ ആവുന്നില്ല ശരിക്കും. നമ്മൾ ഇത് ഫ്ലൈമോർ കോംബോ എന്നുള്ള ഇത് വാങ്ങുവാണെങ്കിൽ ബെറ്റർ ഫ്ലൈമോർ കോംബോ ആയിരിക്കും. കാരണം ഡ്രോണിൻ്റെ ബാറ്ററി എല്ലാം നമുക്കറിയാം ഏകദേശം 15 to മാക്സിമം 15 to 16 or 70-80 മിനിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. ഒക്കെ ഇതിന് വേറെ ഒരു കണക്ടിവിറ്റി കൂടി ഉണ്ട്. വോയിസ് കൺട്രോൾ വഴി നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഹേ ഫ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ കണക്റ്റ് ആക്കിയിരിക്കണം. അപ്പോൾ ഇതിൽ DJIയുടെ ആപ്പ്, ഫ്ലൈ ആപ്പ് കണക്ട് ചെയ്തതിന് ശേഷം ഹേ ഫ്ലൈ എന്നുള്ള വോയിസ് കമാൻഡിലൂടെ നമുക്ക് പറയുന്ന ഏത് ഷോട്ടും ഇത് നമ്മളെ ട്രാക്ക് ചെയ്ത് എടുത്തോളും. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മൾ ഈ നിയോ മൊബൈൽ വഴി കണക്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വൈഫൈയുടെ സഹായത്തോടെയാണ് നമ്മൾ കണക്ടിവിറ്റി സാധ്യമാക്കുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് ഒരു 50 ഫീറ്റ് റേഞ്ച് മാത്രമേ നമുക്ക് ആ കണക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു ലിമിറ്റഡ്, നമുക്കൊരു ചെറിയ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ഒരു ഇൻഡോർ ചെറിയ പ്രോഗ്രാംസിൽ നമുക്ക് ചെയ്യാൻ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് ലോങ് റേഞ്ച് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തീർച്ചയായിട്ടും ഒരു റേഡിയോ കൺട്രോളിൻ്റെ ആവശ്യമുണ്ട്. ഇത് RC-N3 എന്ന് പറഞ്ഞ കൺട്രോളാണ്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒരു
10 കിലോമീറ്റർ വരെ ഇതിൻ്റെ വീഡിയോ ട്രാൻസ്മിഷൻ റേഞ്ച് ഉണ്ട്. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ ഇതുപോലൊരു റേഡിയോ കൺട്രോളർ വെച്ച് ചെയ്യുന്നതാണ്. പക്ഷേ റേഡിയോ കൺട്രോളർ വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടലി മാനുവലി ആയിട്ടാണ് പിന്നെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ സ്മൂത്ത്നെസ് എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആംഗിളുകളും എല്ലാം നമ്മൾ തന്നെ മാനുവലി ചെയ്യണം. അടുത്തതായിട്ട് കമ്പനി പറയുന്ന ഇതിൻ്റെ അൺകോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ക്വാളിറ്റിയെ പറ്റിയാണ്. ഇതിൻ്റെ സെൻസർ ഒരു 1/2 ഇഞ്ച് ഇമേജ് സെൻസറാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ 12 മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിലുള്ളത്. അപ്പം നമുക്ക് ഫോട്ടോസ് എടുക്കുമ്പോൾ 12 മെഗാ പിക്സൽ ഫോട്ടോസ് എടുക്കാം. വീഡിയോസ് ആണെങ്കിൽ 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുക്കാം. പിന്നെ അത്യാവശ്യം എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു പിക്സൽ റേറ്റ് തന്നെയുണ്ട്. പിന്നെ അൾട്രാ HD വീഡിയോസും പോസിബിളാണ്. റോക്ക് സ്റ്റഡി സ്റ്റെബിലൈസേഷനാണ് ഇതിന് ഉള്ളത്. കാരണം ഇത് വൺ ആക്സിൽ ജിംബലാണുള്ളത്. അത് മേളോട്ടും താഴോട്ടും മാത്രമേ നമുക്ക് പറ്റുള്ളൂ. മറ്റുള്ള ഡ്രോൺ പോലെ 3 ആക്സിൽ ജിംബലല്ല, ഇത് മെക്കാനിക്കലി 1 ആക്സിൽ ജിംബലാണ്. അപ്പോൾ റോക്ക് സ്റ്റഡി സ്റ്റെബിലൈസേഷൻ ഫീച്ചറിലൂടെയാണ് ബാക്കി ഇതെല്ലാം വീഡിയോ എല്ലാം സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഇത് അതുപോലെ തന്നെ നല്ല ഹൈ ബ്രൈറ്റ് ലൈറ്റിലും ഷാഡോ ലൈറ്റിലും ഇതിൻ്റെ ഫ്രെയിം റേറ്റുകൾ ഓട്ടോമാറ്റിക് തന്നെ മാറി അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് എല്ലാം ഓട്ടോ അഡ്ജസ്റ്റബിൾ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജ് നൽകുമെന്നാണ് ഇവർ പറയുന്നത്. അടുത്തായിട്ട് പറയേണ്ടത് ഇതിൻ്റെ സ്റ്റോറേജ് ആണ്. ഇതിന് നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല. ഇതിൻ്റെ ഇൻറ്റേർണലായിട്ട് 22 GB ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ അറൗണ്ട് 40 മിനിറ്റ്സ് ഷൂട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ നമ്മൾ 1080-ൽ എടുക്കുവാണെങ്കിൽ 1080 60 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുക്കുവാണെങ്കിൽ 55 മിനിറ്റ്സ് ഡ്യൂറേഷൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് മോർ ദാൻ ഇനഫ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് നമ്മുടെ 3 ബാറ്ററി ഉപയോഗിച്ചാൽ പോലും ഏകദേശം 45 മിനിറ്റ്സ് വരെയാണ് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും സെയിം ആണ്, കുഴപ്പമില്ല. വേറെ എക്സ്റ്റേണലായിട്ട് മെമ്മറി കാർഡിൻ്റെ ആവശ്യമില്ല. ഫ്ലൈറ്റിൻ്റെ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാം. കമ്പനി പറയുന്നത് ലെവൽ 4 വരെയുള്ള വിൻഡിനെ ഇത് ഈസി ആയിട്ട് ഓവർകം ചെയ്യുമെന്നാണ് പറയണത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഫീച്ചർ തന്നെയാണ്. ലെവൽ 4 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററി പറയുകയാണെങ്കിൽ ബാറ്ററി ലൈഫ് കമ്പനി പറയുന്നത് 17 മിനിറ്റ്സ് ആണ് ഒരു ബാറ്ററിയുടെ ഫ്ലൈയിങ് ടൈം. അത് ഈ പ്രൊപ്പലർ ഗാർഡ് ഉണ്ടെങ്കിൽ, ഈ പ്രൊപ്പലറിൻ്റെ ഈ പ്രൊട്ടക്ടർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ 18 മിനിറ്റ്സ് കിട്ടും. അപ്പോൾ ഒരു ബാറ്ററിക്ക് ഇപ്പം ഞാൻ ഇതിൻ്റെ ഗാർഡ് ഇട്ടതുകൊണ്ട് 17 മിനിറ്റ്സ് ആണ് പറയണത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ RTH ടെക്നോളജി, RTH റിട്ടേൺ ടു ഹോം ടെക്നോളജി. അപ്പോൾ ഇത് നമ്മൾ റേഡിയോ കൺട്രോളർ വെച്ച് വച്ചാലും അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ വെച്ചാണെങ്കിൽ ചെയ്യണമെങ്കിൽ പോലും RTH ഫീച്ചർ എല്ലാം എനേബിൾഡ് ആണ്. പിന്നെ ക്വിക്ക് മോഡ്സ് ആണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഏത് മോഡാണോ അതിൽ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിലോട്ട് തിരിച്ചു വരും. നമ്മളിപ്പോൾ കയ്യിൽ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്തെങ്കിൽ കയ്യിലോട്ട് തന്നെ വരും. അപ്പോൾ റിട്ടേൺ ടു ഹോം ഫീച്ചർ ഇതിലും അവൈലബിൾ ആണ്. ഇതിൽ ലോ ആൾട്ടിറ്റ്യൂഡ് നമ്മളൊരു വീഡിയോ പിടിക്കുകയാണെങ്കിൽ, ഒരു വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ, ലോ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ക്യാമറയുടെ അടുത്ത് തന്നെയായിട്ട് നമ്മൾ ക്യാമറയോട് ഏറ്റവും ഫോക്കസ് ആയിട്ട് നിൽക്കായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പലർ സൗണ്ടുകൾ ഭയങ്കരമായിട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ DJIയുടെ ഫ്ലൈ ആപ്പിൽ നമുക്ക് ഈ പ്രൊപ്പലർ സൗണ്ട് നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മുടെ ഓഡിയോ ട്രാക്ക് നമ്മളിപ്പോൾ DJIയുടെ എന്താ പറയുക മൈക്ക് 2 അത് നമുക്ക് ബ്ലൂടൂത്ത് വഴി ഫോണിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പ്ലഗ് ഇൻ ചെയ്യാം. അങ്ങനെ ചെയ്ത് നമ്മൾ കൺട്രോൾ വെച്ച് ഈ നമ്മുടെ റേഡിയോ കൺട്രോൾ വെച്ച് നമ്മൾ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോണിലോട്ട് ഇതിൻ്റെ പ്രൊപ്പലർ സൗണ്ട് നോർമലി വരും. പക്ഷേ നമുക്കത് ഈ DJIയുടെ ഫ്ലൈ ആപ്പ് വഴി നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് നമ്മുടെ ഓഡിയോ ട്രാക്ക് അതിലോട്ട് മെർജ് ചെയ്യാൻ സാധിക്കും. അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം നമുക്കൊരു ഗുഡ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വേറെ ഒരു ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു വോയിസ് ഓവർ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല അതിൽ. പിന്നെ ഇതിനുള്ളിലുള്ള ഡാറ്റാസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേറൊരു എക്സ്റ്റേണലി ഒരു
USB-യുടെ ആവശ്യമില്ല. ഇതിൻ്റെ ക്വിക്ക് ട്രാൻസ്ഫർ മോഡിലൂടെ നമുക്കത് ഹൈ സ്പീഡിൽ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പ് കണക്ട് ചെയ്താൽ മതി. ആപ്പിലൂടെ ഡയറക്റ്റ്ലി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലോട്ട് അത് ഡൗൺലോഡ് ആയിക്കോളും. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും അതുപോലെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെവൽ 4 വരെയുള്ള വിൻഡിനെ ഇത് തരണം ചെയ്തോളും. കാരണം അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അതിന് മുകളിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടാം. അപ്പോൾ ലെവൽ 4 വരെയാണ് ഇവർ പറയണത്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ നല്ലൊരു സ്റ്റേബിളായിട്ട് തന്നെ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. ലെവൽ 4 എന്ന് പറയുമ്പോൾ നല്ല കാറ്റ് തന്നെയാണ്. അടുത്ത് ഇതിൻ്റെ ചാർജിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഡയറക്റ്റ്ലി C-to-C, അത് സി ടൈപ്പ് വെച്ച് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഇതിലോട്ട് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ ഈ C-to-C വെച്ച് നമുക്ക് കമ്പ്യൂട്ടറിലോട്ടും നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അതുമല്ലെങ്കിൽ നമ്മുടെ ഈ ബാറ്ററി ചാർജർ വെച്ച് 3 ബാറ്ററിയും അറ്റ് എ ടൈം ചാർജ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി 2 ബാറ്ററി ഉണ്ട്, 1 ബാറ്ററിയിലാണ്. 3 ബാറ്ററിയും ഫുള്ളാണ്. നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഈ ബാറ്ററി ആക്ടിവേറ്റ് ആവണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള, നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടില്ല. കാരണം നമ്മൾ ബേസിക്കലി പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഡ്രോൺ യൂസ് ചെയ്യുന്നത്. കമ്പനി പറയുന്ന ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതിൽ എല്ലാ മോഡും നമുക്ക് ഇൻഡോർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം 4 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്ററൊക്കെ റേഡിയസിലൊക്കെ ആയിരിക്കും ഇത് നിൽക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു എന്താ പറയുക സ്പോട്ട് ലൈറ്റ് മോഡ്, അതായത് ഒരു വ്ളോഗിങ് മോഡ് എന്ന് പറയാം. ആ മോഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് തന്നെ സാധാരണ ഡ്രോൺ ഓണാക്കുന്ന പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്യാം, ഒന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡ്രോൺ ഓണായുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറ നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിലോട്ട് വെച്ച് ഇപ്പോൾ ഇവിടെ മോഡ് സെലക്ട് ചെയ്യാം. നമ്മൾ ഓരോ മോഡ് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രോംപ്റ്റ്, അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതാ മോഡ് നോക്കാം. ഇത് ഹെലിക്സ് മോഡാണ്. ഫോളോ മോഡ്, ഡ്രോണി, സർക്കിൾ, റോക്കറ്റ് ആൻഡ് സ്പോട്ട്ലൈറ്റ്. ഈ മോഡാണ്. ഈ മോഡ് വെച്ച് ഇനി ഒന്നുകൂടി പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മളെ ഈ ഫോക്കസ് ചെയ്യണ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൗണ്ട്, ഈ ആപ്ലിക്കേഷനിൽ പോയി ഈ സൗണ്ട്, ഈ പ്രൊപ്പലറിൻ്റെ ഈ സൗണ്ട്, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊപ്പലറിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടോ? ഈ പ്രൊപ്പലറിൻ്റെ സൗണ്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളീ കൊടുക്കുന്ന വോയിസ് അതിലോട്ട് മെർജ് ചെയ്യാൻ പറ്റും. ഇതൊരു വ്ളോഗിങ് മോഡ് എന്ന് പറയാം. ഇപ്പം നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് ലാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണിത്. വേറൊരു കൺട്രോളിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മളൊരു ഔട്ട്ഡോർ പോകുമ്പോൾ, നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു ഏരിയൽ ഷോട്ട് അല്ലെങ്കിൽ ഒരു ഡ്രോണി ഷോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളെ അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളായിരിക്കും വീഡിയോ എടുക്കുന്നത്, നമ്മുടെ ഫാമിലി അതിൽ ഇൻക്ലൂഡ് ആവും, നമുക്കതിൽ ഇൻക്ലൂഡ് ആവാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു ഇത് ഉണ്ടെങ്കിൽ നമുക്ക് കൂളായിട്ട് അതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ, അതും സിനിമാറ്റിക് ലെവലിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. കാരണം ഇത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ഉണ്ട്. അതൊരു നല്ല റെസൊല്യൂഷനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്കിതിൻ്റെ ഔട്ട്ഡോർ വീഡിയോസും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡ്രോൺ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രോണിൻ്റെ നമ്മുടെ ക്യാമറയുടെ പ്രൊട്ടക്ടർ അതിന് ഊരണം. അത് കഴിഞ്ഞ് സാധാരണ ഡ്രോൺ ഓണാക്കുന്ന പോലെ തന്നെ ഒന്ന് ഞെക്കി പിടിക്കുക. അപ്പോൾ ഡ്രോൺ ഓണായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ 6 മോഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഫോളോ മോഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിലൊന്ന് മോഡ് സെലക്ട് ചെയ്യുക. മോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ അതിൻ്റെ പ്രോംപ്റ്റ് കേൾക്കാൻ പറ്റും. ഫോളോ മോഡിലിട്ട് ഞെക്കി പിടിച്ചിട്ട് ഇപ്പം നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഫോളോ ഉണ്ടോന്ന്. ഞാനിങ്ങനെ പോന്നു കഴിഞ്ഞാൽ പുറകെ പോരുന്നുണ്ട്. അപ്പം ഞാനിത് വട്ടം കറങ്ങി ഒന്ന് ഓടി നോക്കാം നമ്മളെ എന്തോരം വേഗത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അടിപൊളിയായിട്ട് നമ്മളിത് ഫോളോ ചെയ്യുന്നുണ്ട്.
നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കയ്യിൽ ലാൻഡ് ചെയ്തു. ഇപ്പം നിങ്ങൾ ഡ്രോണിൽ നിന്നുള്ള വിഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഫോളോ മോഡ്. ഞാനിപ്പോൾ ഇങ്ങനെ പയ്യെ നടന്നു പോവാണ്, ഡ്രോൺ എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് സ്പീഡിലൊന്ന് ഓടി നോക്കാം എത്രത്തോളം നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പം നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും, നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ സെൻറ്ററായിട്ട് തന്നെയാണ് നമ്മളെ സ്പോട്ട് ചെയ്തേക്കണേ. അപ്പം നല്ല ട്രാക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത മോഡിലോട്ട് നോക്കാം. ഡ്രോണി മോഡാണ്. 4 മീറ്റേഴ്സിലോട്ടാണ് കാണിക്കുന്നത്. ഫോർ മീറ്റേഴ്സിൽ അത് പോയി ഡ്രോണി എഫക്റ്റിൽ വീഡിയോ എടുത്ത് നമുക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻപുട്ട് എങ്ങനെയുണ്ടെന്ന് ഡ്രോണിൻ്റെ വീഡിയോ കിട്ടുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സാധനം നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ കൈ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് വന്ന് ലാൻഡ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഫീച്ചർ. ഡ്രോണിൽ നിന്ന് ഡ്രോണി മോഡ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നല്ല കാറ്റുള്ളതുകൊണ്ട് ചെറിയ ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ അടുത്ത മോഡ് നോക്കാം. സർക്കിളാണ്. 2 മീറ്റേഴ്സ് സർക്കിളിലാണ് വീഡിയോ എടുക്കുന്നത്. നല്ല വിൻഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെയാണ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ 1 ആക്സിൽ ജിമ്പിലായതുകൊണ്ട് നമുക്കറിയില്ല എത്രത്തോളം അതിന് സ്റ്റെബിലൈസേഷൻ ഉണ്ടാവുമെന്ന്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല കിടു ഡ്രോണാണ്. കാരണം നമുക്ക് വേറൊരാളുടെ ആവശ്യമില്ല. നമുക്ക് ഒരു വ്ളോഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനോ സാധനം നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് വിൻഡ് ഭയങ്കര ഇതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതൊരു 1 ആക്സിസ് ജിമ്പിൾ ആയതുകൊണ്ട് ഇതിന് ഷെയ്ക്കിങ് നമുക്ക് ഫീൽ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ വീഡിയോയുടെ ഔട്ട്പുട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മൾ ശരിക്കും വണ്ടറായത്. ഇത്രയും കാറ്റുണ്ടായിട്ട് പോലും നല്ല ക്ലിയർ ആയിട്ട് നമ്മളെ ഫോക്കസ് ചെയ്ത് സ്മൂത്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് എടുത്തേക്കുന്നത്. ഇതൊരു ക്വിക്ക് ഷോട്ടാണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മാനുവലി അല്ല. നമുക്ക് അടുത്ത മോഡ് നോക്കാം. റോക്കറ്റ് മോഡാണ്. 4 മീറ്റേഴ്സ് റോക്കറ്റ് മോഡിലാണിത്. നമ്മൾ ഈ റോക്കറ്റ് മോഡിലോട്ട് വന്നപ്പോഴാണ് ഈ 1 ആക്സിസ് ജിംബലിൻ്റെ ഒരു പോരായ്മ ഇതിൽ മനസ്സിലാവുന്നത്. വീഡിയോയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷെയ്ക്കിംഗ് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് കുഴപ്പമില്ല, കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അത്രയേ ഉള്ളൂ. ഇത് നല്ല കാറ്റുള്ളതുകൊണ്ടാണ്. കാറ്റില്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത മോഡിലോട്ട് നമുക്ക് നോക്കാം. അടുത്ത മോഡ് ഏതാണെന്ന് നോക്കാം. സ്പോട്ട്ലൈറ്റ് മോഡാണ്. വിൻഡോ ഒരു രക്ഷയില്ല കേട്ടോ. ഈ മോഡ് ഞാൻ എന്താണ് ഈ മോഡുകളെ പറ്റിയുള്ള നമുക്ക് പക്ക ഒന്നും അറിയില്ല. ഇപ്പം സ്റ്റെബിലൈസ് നിൽക്കാൻ തന്നെ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും. ഈ വിൻഡ് ഇച്ചിരി പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇതൊരു ഓപ്പൺ എയർ ആണ്. വേറെ അധികം മരങ്ങളോ ബിൽഡിങ്ങുകളോ ഒന്നുമില്ല. പിന്നെ കുവൈറ്റിലാണ്, അത് നല്ല വിൻഡാണ്, ഉച്ച സമയമാണ്. പിന്നെ വീഡിയോയ്ക്കും കുറച്ച് ഷെയ്ഡ് വരാൻ ചാൻസ് ഉണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റുള്ള സമയമാണ്. ഏകദേശം ഉച്ച സമയത്ത് തന്നെയാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്പോട്ട്ലൈറ്റ്. അടുത്ത മോഡിലോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്പോട്ട്ലൈറ്റ് മോഡിൽ ഇത് ശരിക്കും വ്ളോഗേഴ്സിന് പറ്റിയൊരു മോഡാണ്. കാരണം ക്യാമറ നമ്മുടെ ഫ്രണ്ടിൽ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് നിന്നുകൊണ്ട് ക്യാമറ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മോഡാണ്. ഈ മോഡ് എനിക്ക് ആദ്യമേ യൂസ് ചെയ്തപ്പോൾ മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നപ്പോഴാണ് നമുക്കത് ഇത് എന്തിനുള്ള മോഡാണെന്ന് മനസ്സിലായത്. എന്തായാലും ഇത് നല്ലൊരു മോഡാണ്. പിന്നെ നല്ലൊരു വിൻഡ് ഉള്ളത് കൊണ്ട് ആണ് ഈ ജമ്പിങ് ആയിട്ട് വീഡിയോ തോന്നുന്നത്. അപ്പോൾ ഇനി ലാസ്റ്റ് ഇതിൻ്റെ 6th മോഡാണ്. 4 മീറ്റേഴ്സിൽ ഹെലിക്സ് മോഡ് എന്ന് പറയുന്ന മോഡാണ്. 4 മീറ്റേഴ്സിലുള്ള ഒരു മോഡാണ്. അപ്പോൾ ഡ്രോൺ അങ്ങനെ പറന്നുപോയി ഷൂട്ട് എടുക്കുന്നുണ്ട്. ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഡ്രോൺ, കാരണം ചെരിഞ്ഞൊക്കെയാണ് പോകുന്നത്. വിൻഡിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഹെലിക്സ് മോഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മോഡാണ്. ഇങ്ങനെ കറങ്ങി കറങ്ങി മുകളിലോട്ട് പോയി എടുക്കുന്നൊരു മോഡാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് പിടിച്ചോ. ഇതൊക്കെ ഇനി നമുക്ക് മാനുവലി ഈ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമുക്ക് ഒത്തിരി ദിവസത്തെ
എന്നാ പറയുക, ഒരു എക്സ്പീരിയൻസ് തന്നെ വേണം ഈ ഡ്രോൺ ഹാൻഡിൽ ചെയ്യാനുള്ള. ഇപ്പോൾ ആസ് എ ബിഗിനർ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രോൺ തന്നെയാണിത്. ഞാൻ റേഡിയോ കൺട്രോൾ വെച്ചല്ല ഇത് വീഡിയോ പിടിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് നമ്മുടെ മൈക്ക് ഇതിലോട്ട് പ്ലഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ വെച്ച് വീഡിയോ പിടിച്ചതുകൊണ്ട് ഡ്രോണിൻ്റെ ഇതിലോട്ട് നമുക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് വോയിസ് ഓവറായിട്ട് ചെയ്തതാണ്. ഇത് ഹെലിക്സ് മോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹെലിക്സ് മോഡ് പൂർത്തിയാക്കി ഡ്രോൺ അങ്ങനെ നമ്മുടെ കയ്യിലോട്ട് വരികയാണ്. അപ്പോൾ ആസ് എ ബിഗിനർ ഞാൻ ഇതിനോട് 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് RC Mallu. ബൈ.